നിങ്ങളെ കമ്പത്ത് ഇവിടെ എങ്ങനെയാ ഇവിടെ താമസം? ഇവിടെ കിടത്തുന്നത് ആണോ? വീട് 4000-3000 രൂപ കൊട്ടയ്ക്ക് ചെലവില്ലെങ്കിലേ നമുക്ക് വീട് വാടക എടുത്ത് താമസിക്കാൻ പറ്റുള്ളൂ. കൊട്ടയ്ക്ക് ചാപ്പാട് കഴിക്കാൻ പോലും ഇന്നലെ മീഞ്ഞാന്ന് തൊട്ട് കെട്ടി വെച്ച കൊട്ടകളല്ല ഒന്നും പോകുന്നില്ലല്ലേ? കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. കൈത്തൊഴിലിന് മാർക്കറ്റിലാണ് എല്ലാം മുടങ്ങി പ്ലാസ്റ്റിക്കായി. അപ്പോൾ അവർ ചുരുക്കം പൈസ മതി. ഇത് കൂടെ ഒരു കൊട്ട നമ്മൾ കിട്ടണമെങ്കിൽ 300 രൂപ വേണം. ഡബിൾ വർക്കാ. കാറ്റൊക്കെ വെച്ച് പഴങ്ങളൊക്കെ വയ്ക്കാനുള്ളതാണ്. ഇതിൽ തന്നെ 25 രൂപ പ്ലാസ്റ്റിക്കിലുണ്ട്. പ്ലാസ്റ്റിക്കിലല്ലേ പ്ലാസ്റ്റിക് വന്നതോടുകൂടിയാണ് ഈ അസുഖം കൂടാൻ തുടങ്ങി. അതാർക്കും മനസ്സിലാകുന്നില്ല. അതാരും മനസ്സിലാക്കുന്നില്ല. ശബരിമല പോയിട്ട് വരുന്ന വഴിക്ക് കൊടുങ്ങൂര് വെച്ച് കണ്ടൊരു കാഴ്ചയാണ്. റോഡരികിൽ ഈറ്റ കൊണ്ട് കുട്ട നെയ്യുന്ന കാഴ്ചയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് അന്യം നിന്ന് വന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരും മേടിക്കാനും ഇല്ല. എല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു ഉപജീവന മാർഗ്ഗമാണ്. അവർ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവരുടെ നാളെവിടെയാണ്? നിങ്ങളുടെ നാടെവിടെയാ? കമ്പോ? ആ, നിങ്ങളെല്ലാരും കമ്പാ? ഇവിടെ എത്ര നാളായി വന്നിട്ട്? ഞങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷം? 7 വർഷമായി. ഇവിടെ തന്നെ? ഇവിടെ തന്നെയാണ്. ആദ്യം പോകും, കമ്പം പോകും, തിരിച്ചു വരും. ഇതെവിടെ ഇത് കൊണ്ടുവന്ന് ഈറ്റയൊക്കെ കൊണ്ട്? ഈ വല്ല വീടുകളിലുണ്ട്, അത് പോയി വെച്ചൂടെ. അത് ശരി. ഞങ്ങളെ അങ്ങോട്ട് കടന്നു പോയപ്പോഴാണ് നിങ്ങളിത് കണ്ട. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലാത്തൊരു പരിപാടി അത്. ഞങ്ങൾ കോട്ടയംകാരാ. ശബരിമല പോയിട്ട് വന്ന. പ്ലാസ്റ്റിക്കാ മുഴുവൻ. കഷ്ടപ്പാട് വീട് പോലും ഇല്ലാതെ കടത്തില്ല കിടക്കുന്നത് നമ്മൾ. കാരണം എന്താ വെച്ചാൽ വീട് വാടക. നിങ്ങളെ കമ്പത്ത് ഇവിടെ എങ്ങനെയാ ഇവിടെ താമസം? ഇവിടെ കിടത്തുന്നത് ആണോ? വീട് 4000-3000 രൂപ കൊട്ടയ്ക്ക് ചെലവില്ലെങ്കിലേ നമുക്ക് വീട് വാടക എടുത്ത് താമസിക്കാൻ പറ്റുള്ളൂ. കൊട്ടയ്ക്ക് ചാപ്പാട് കഴിക്കാൻ പോലും ഇന്നലെ മീഞ്ഞാന്ന് തൊട്ട് കെട്ടി വെച്ച കൊട്ടകളല്ല ഒന്നും പോകുന്നില്ലല്ലേ? കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. കൈത്തൊഴിലിന് മാർക്കറ്റിലാണ് എല്ലാം മുടങ്ങി പ്ലാസ്റ്റിക്കായി. അപ്പോൾ അവർ ചുരുക്കം പൈസ മതി. ഇത് കൂടെ ഒരു കൊട്ട നമ്മൾ കിട്ടണമെങ്കിൽ 300 രൂപ വേണം. ഡബിൾ വർക്കാ. കാറ്റൊക്കെ വെച്ച് പഴങ്ങളൊക്കെ വയ്ക്കാനുള്ളതാണ്. ഇതിൽ തന്നെ 25 രൂപ പ്ലാസ്റ്റിക്കിലുണ്ട്. പ്ലാസ്റ്റിക്കിലല്ലേ പ്ലാസ്റ്റിക് വന്നതോടുകൂടിയാണ് ഈ അസുഖം കൂടാൻ തുടങ്ങി. അതാർക്കും മനസ്സിലാകുന്നില്ല. അതാരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ള അച്ഛന്റെ തലമുറ തൊട്ട് ഞങ്ങൾ പണിയുവാ. ശരിയാ. അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്. ഈ കൊട്ടത്തിനാലോ? അത് 300 രൂപ. ഇതല്ലാതെ നിങ്ങൾ മറ്റേ ഈ ചൂരൽക്കൊട്ട അതൊക്കെ നെയ്യുന്നില്ല? അങ്ങനൊന്നുമില്ലായിരിക്കും. ചൂരലിന്റെ ഐറ്റം അല്ല, ഞങ്ങൾ ഈറ്റയുടെ ഐറ്റം മാത്രം. ഇത് അടിപൊളിയാണല്ലോ. 120. നല്ല ഭംഗിയുണ്ട് ഇത്. എന്റെ പണി എന്തുമാത്രം പണിയല്ലേ കെട്ടിയെടുക്കണമെങ്കിൽ. ഈ കൈയും കാലൊക്കെ മുറിഞ്ഞ് അത് കെട്ടിയെടുത്ത്. ഈ ശബരിമല വണ്ടിക്കാരൊന്നും അങ്ങനെ മേടിക്കാറൊന്നും ഇല്ലേ? ശബരിമല വണ്ടിക്കാരെന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് ചുരുക്കം ആൾക്കാരും ആള് വരുന്നില്ല അല്ലേ? ആൾക്കാർ വണ്ടി കുറവാ. നിങ്ങള് ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണോ? മഴ പെയ്ത് തന്നെ എടുക്കും? മഴ പെയ്താൽ കടത്തിന് ഒരു കൊട്ട വിൽക്കുന്ന ആ പൈസ അവിടെ തന്നെ പോകും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിള്ളേര് പഠിക്കുന്നില്ലേ? പിള്ളേര് സ്കൂളിൽ ചേർത്തില്ല, ഈ വർഷം ചേർന്നു. എല്ലാം നല്ല പണികളാ. ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇതിന്റെ പണിയല്ലേ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണമെങ്കിൽ കുറെ വർഷം കിടന്നത്. അത് അയച്ചിട്ടേ എടുത്ത് നോക്കിയ നല്ല കട്ടിയാ. നല്ല പണിയാണ്. നല്ല വർക്കാണ്. വളച്ചൊക്കെ നോക്കിയ നല്ല കട്ടിയാ.
ഇത് കൂടുതൽ എന്നാ ആവശ്യമാണ് ഇത് എടുക്കുന്നത് ഇത്? അത് ഉണക്കമീൻ പുളി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള കൂടെയാണ്. ഉണക്കമീൻ ഇട്ട് വെക്കാം, പുളി ഇട്ട് വെക്കാം. മുട്ട, പച്ചക്കറികൾ, പഴങ്ങൾ, പുളികൾ, പുളി. വളരെ നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട്. ഒരെണ്ണം മേടിക്കല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കെട്ടുന്ന കാരണം അവർക്ക് നാട്ടിൽ വന്നിട്ടിപ്പോ 6 വർഷമായി. പക്ഷെ ഞങ്ങൾ തൊടുപുഴ ഭാഗത്ത് വന്നിട്ട് 100 വർഷമായി. ഡാമൊക്കെ ഇടുക്കി ഡാമൊക്കെ പണിയുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ അച്ഛൻ വന്നത് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ കല്യാണം കഴിച്ച് ഇടുക്കിയില്ല. ഞങ്ങൾ ജനിച്ചതെല്ലാം ഈ കുളമാവിലാണ്. കുളമാവോ? ആ, ഇടുക്കി കുളമാവ്. അത് ശരി. അവിടെ വളർന്നതെല്ലാം ഞങ്ങൾ അവിടെ. കുളമാവ്, ഇടുക്കി കുളമാവ്. ഈ പ്രാവശ്യം വന്നത് തന്നെയാണ് ഇടുക്കി പെരിയാറ്റില്ല. ചെറുതോണി, പെരിയാറ്, ഈ ചെറിയ കല്ല്. ഇത് മാത്രമുള്ള പരിപാടി നിങ്ങൾക്ക് ഈ കൊട്ടം പരിപാടി മാത്രമേ ഉള്ളൂ? അതെ സാർ. കൊട്ട തന്നേരും. കൊട്ട എടുത്ത സാറേ, കൊട്ട കൊടുക്കാറില്ല. എവരുടെ പിന്നെ മാറിക്കുന്നത് 90 രൂപ. അങ്ങോട്ട് ശബരിമല മഴയായിരുന്നു. ആ മഴ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയാണ്. പൊൻകുന്നത്തിന് സമീപം കൊടുങ്ങൂരാണ് റോഡ് സൈഡിൽ ഇവരുടെ ഈ കുട്ട നിർമ്മാണം. അപ്പോൾ ഇതിലെ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം എല്ലാവരും പ്ലാസ്റ്റിക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈറ്റ വെട്ടി അതിൻ്റെ അകത്തുനിന്ന് ഇത് കീറിയൊക്കെ എടുക്കുക. ഒരുപാട് ഞാൻ നോക്കി നിന്നതിൻ്റെ പണികളെല്ലാം കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും.